السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അൽജവാബ് ഗ്രൂപ്പിലെ ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രണ്ട് ലോകത്തും നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ പക്കൽ നിന്ന് വന്നുപോയ എല്ലാ അപാകതകളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ലോകവ്യാപകമായ എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെയും നാവുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിന്റെ 31-ാമത്തെ അധ്യായം ലുഖ്മാൻ, സൂറത്ത് ലുഖ്മാൻ. അതിലെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് നടത്തിയ ഉപദേശങ്ങൾ, തത്വോപദേശങ്ങൾ, അതാണ് 18-ാമത്തെ ആയത്ത്, ലുഖ്മാൻ സൂറത്തിലെ 18-ാമത്തെ സൂക്തം. അതിന്റെ മുമ്പ് പറഞ്ഞതുമെല്ലാം ഉപദേശങ്ങളാണ്. ഇനിയും ആ ഉപദേശങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ തന്റെ മകനോട് നടത്തുന്ന ഉപദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ധരിക്കുന്നത്. സൂറത്തു ലുഖ്മാനിലെ 19-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖ്സിദ് ഫീ മശ്യിക വഗ്ളു മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക. വഖ്സിദ് ഫീ മശ്യിക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക. വഗ്ളു മിൻ സൗതിക, നിന്റെ ശബ്ദം നീ താഴ്ത്തുക. നിശ്ചയം ശബ്ദങ്ങളിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെടുന്ന ശബ്ദം കഴുതയുടെ ശബ്ദമാകുന്നു. കഴുതരാഗം എന്നാണ് സാധാരണ പറയാറുള്ളത്. ഉറക്ക ശബ്ദമുണ്ടാക്കിയും അനാവശ്യമായി സംസാരിച്ചും മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നവർക്കുള്ള വലിയ ഒരു താക്കീതാണിത്. അവരുടെ ശബ്ദത്തെ കഴുതയുടെ ശബ്ദത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ച ലുഖ്മാൻ റളിയല്ലാഹു തആലയുടെ ഉപദേശത്തെ കഴിഞ്ഞ ആയത്തുകളിൽ ബാഹ്യമായ പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ്, ആന്തരികമായ അവസ്ഥ എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു. മനുഷ്യന്റെ ഹൃദയം അത് കറകളഞ്ഞതായാൽ, നിഷ്കളങ്കമായാൽ മാത്രമാണ് ജനങ്ങളുമായി സംവദിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക, ഉപദേശങ്ങൾ ഫലപ്രദമാവുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള അടുക്കലാണല്ലോ. അല്ലാഹുവിലേക്ക് അടുത്ത് അവസാനം അല്ലാഹുവിൽ ലയിച്ചു ചേരുന്നൊരവസ്ഥ സംജാതമാകുമ്പോഴേ നാം ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്കിയായിൽ പറഞ്ഞില്ലേ, അൽ മുഷാഹദത്തുൽ മഖ്സദുൽ ഉലാ എന്ന്. മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശം അള്ളാഹുമായിട്ടുള്ള മുഷാഹദയാണ്. അള്ളാഹുവിനെ കാണൽ, ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ കാണൽ,
അള്ളാഹുവിൽ സമ്പൂർണമായി ലയിക്കൽ. ആ ലയനം സമ്പൂർണമാവണമെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനാണ് നമ്മോട് നിർദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട ലുക്മാൻ റളിയല്ലാഹു അൻഹു മകനോട് ആദ്യം സ്വയം നന്നാവാൻ പറഞ്ഞു. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരിക്കൽ പോലും വിഘടനാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ആദ്യത്തെ ഉപദേശം തന്നെ. ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കാൻ പാടില്ല. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കടമയും അത് തന്നെയാണ്. സൃഷ്ടിച്ച് പോറ്റുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് അവനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ഓരോ സെക്കൻഡുകളെയും അല്ലാഹു തആലയുടെ അനുഗ്രഹം കൊണ്ടാണ് അവൻ വിനിയോഗിക്കുന്നത്. അങ്ങനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിന്റെ കൂടെ വേറെയും ആളുകളുണ്ട്, അല്ലാഹു മാത്രമല്ല എന്ന ഏറ്റവും മൂഢമായ ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആദ്യമായി പഠിപ്പിക്കുകയാണ്. ലാ തുശ്രിക് ബില്ലാഹ്. അതിന്റെയും മുമ്പ് ആദ്യമായി മകനോട് നടത്തുന്ന ഉപദേശത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മകനോട് നടത്തിയ ഉപദേശമാണ് അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹു തആലക്ക് നന്ദി ചെയ്യണം എന്നുള്ളത്. നമ്മെ നാമാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു തആലയുടെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടാണ് നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ശുക്രുൽ മുൻഇമി വാജിബുൻ എന്നത് ലോകത്തൊരു പൊതു തത്വമാണ്. അതിന് മതം ആവശ്യമില്ല. ആസ്തികനും നാസ്തികനും അതുപോലെ തന്നെ മതമുള്ളവരും ഇല്ലാത്തവരും ലോകത്തുള്ള സകലമാന ബുദ്ധിയുള്ള തന്റേടമുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നൊരു പോയിന്റാണ് ശുക്രുൽ മുൻഇമി വാജിബുൻ, അനുഗ്രഹം നൽകിയ ആൾക്ക് നന്ദി രേഖപ്പെടുത്തണമെന്നുള്ളത്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ്. എങ്കിൽ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും ദാതാവ്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബുൽ ആലമീൻ, പ്രപഞ്ചത്തിന്റെ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെയും രക്ഷിതാവ്, ഈ കാണുന്ന ഭൂമിയിൽ ആവശ്യമായ ഓക്സിജൻ നിറച്ചുകൊണ്ട് മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ അല്ലാഹു തആലയാകുന്ന നമ്മുടെ അനുഗ്രഹദാതാവ്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറക്കാനോ അല്ലാഹുവിനെ അവഗണിക്കാനോ പറ്റില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പ്രകടിപ്പിക്കണം. അല്ലാഹു തആലക്കാണ് ആദ്യമായി നന്ദി പ്രകടിപ്പിക്കേണ്ടത്. അനിഷ്കുർ ലില്ലാഹ്. അങ്ങനെ നന്ദി പ്രകടിപ്പിച്ചാൽ, സാധാരണഗതിയിൽ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ പ്രകടിപ്പിക്കപ്പെടുന്നവൻ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അതില്ല. ഒമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി എന്നാ പറഞ്ഞത്. അവനക്ക് തന്നെയാണ് അതിന്റെ ഗുണം എന്ന് പറഞ്ഞതിന്റെ ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ അതീശാധികാരം അംഗീകരിച്ച് അല്ലാഹു തആലയിൽ മാത്രം
ബന്ധം സ്ഥാപിച്ചതിന്റെ ശേഷം പിന്നെ അല്ലാഹു തആലയുമായി ബന്ധം സുസ്ഥാപിതമാക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള നിർദ്ദേശം പിന്നെ നൽകുന്നത്. അതാണ് അഖിമിസ് സ്വലാത്ത വഅ്മുർ എന്നത്. പിന്നെ അതിന്റെ ശേഷമാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ ഉമ്മത്ത് മുഹമ്മദിയായുടെ ഏറ്റവും വൈശിഷ്ട്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ജീവിത നിയമം ഉമ്മത്ത് മുഹമ്മദിയക്കല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഉമ്മത്ത് മുഹമ്മദിയയെ ആദരിക്കാനുള്ള കാരണവുമായ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന പ്രബോധനം, ആ പ്രബോധനം നടത്താനാണ് പിന്നത്തെ നിർദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അത് തന്നെയാണ്. ആ അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറുമാവുന്ന ദഅവത്ത്, ആ ദഅവത്ത് നടത്തുന്ന സമയത്തുണ്ടാകുന്ന മാനസികമായ അവസ്ഥയെക്കുറിച്ചാണ് ആദ്യം അല്ലാഹു തആല പറയുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്ന്. അത് നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് പ്രശ്നമല്ല. പക്ഷേ ആ സമയത്ത് സംഭവിക്കാവുന്ന ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ, എന്തൊരു അനുനയത്തോടുകൂടെയാണ് അല്ലാഹു തആല അത് വിവരിക്കുന്നത്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹുവിന്റെ വാക്കുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട്, സ്വാഭാവികമായും ഒരു ഉപദേഷ്ടാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് അഹങ്കാരം, അഹംഭാവം. അത് മനസ്സിലുണ്ടാവാൻ പാടില്ല, അത് പുറത്ത് പ്രകടിപ്പിക്കാനും പാടില്ല. അതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹൻ. അഹങ്കാരം എന്ന് പറയുന്നത് ബാഹ്യമായി കാണുന്നതല്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതാണ്. ബാഹ്യമായി അവനൊരു പക്ഷേ വിനയം പ്രകടിപ്പിക്കുന്നവനാണെങ്കിൽ തന്നെയും മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്നൊരു ഭാവമുണ്ടെങ്കിൽ അത് അവന്റെ ജീവിതത്തെ നാശത്തിന്റെ ഗർത്തത്തിലേക്ക് നയിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കമുണ്ടെങ്കിൽ അവനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് തന്നെയാ പറയുന്നത്, ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരിയും ദുരഭിമാനിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, അഥവാ അള്ളാഹു തആല ശിക്ഷിക്കുമെന്നർത്ഥം. ഇനി ബാഹ്യപ്രകടനങ്ങളിൽ മനസ്സിന്റെ ഉള്ളിലുള്ള അഹങ്കാരങ്ങൾ അത് കഴുകിക്കളഞ്ഞാൽ തന്നെയും ബാഹ്യപ്രകടനത്തിലും പ്രത്യക്ഷമായ ഭാവങ്ങളിലും പ്രകടനങ്ങളിലുമൊക്കെ ഒരു പ്രത്യേക അവസ്ഥയായിരിക്കണം മനുഷ്യൻ ജീവിക്കേണ്ട, അഭിമാനിയായ മനുഷ്യൻ ജീവിക്കേണ്ടത്. ആഭാസ പ്രകടനം നടത്തുന്ന ആളുകളുണ്ട്, അവരെപ്പറ്റി ഇവിടെ ചർച്ചല്ല. അഭിമാനവും മനുഷ്യത്വവും സമ്പൂർണമായി മേളിച്ചൊരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അവന്റെ ബാഹ്യപ്രകടനങ്ങളിൽ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് അവൻ നിലനിൽക്കേണ്ടത്? അതാണ് അല്ലാഹു തആല പറഞ്ഞു, വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ റസൂൽ മെല്ലങ്ങനെ അരിച്ചു പോകല്ല ചെയ്യുക, മറിച്ച് റസൂൽ ഓടിപ്പോവുകയുമില്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു മിതാവസ്ഥയിലാണ് റസൂലുള്ള, മിതത്വാവസ്ഥയിലാണ് റസൂൽ നടന്നു പോകാറുള്ളത്. അങ്ങനെയാ നടക്കാൻ വേണ്ടി പറഞ്ഞത്. മെല്ലങ്ങനെ പുഴു അരിക്കുന്നത് പോലെയല്ല നടക്കേണ്ടത്. എന്നാൽ ഓടിച്ചാടി നടക്കാനും മാന്യന്മാർക്ക് അവകാശം ഇല്ല. വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. പിന്നെ മറ്റൊന്നെന്താണ്, വഅ്ളു മിൻ സൗതിക, നിന്റെ ശബ്ദത്തെ നീ അല്പം താഴ്ത്തണം. വലിയ ശബ്ദം പറ്റില്ല.
എന്നാ പറ്റേ താഴ്ന്ന ശബ്ദം അങ്ങനെയാവാൻ പാടില്ല. നാം ചെയ്യുന്ന ഖൗലിയായ വാക്കുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ് യുസ്മിഅ നഫ്സഹു എന്നുള്ളത്. നാം ഖുർആൻ ഓതുകയാണെങ്കിലും സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും ദിക്ർ ചൊല്ലുകയാണെങ്കിലും ഏത് കർമ്മങ്ങൾ ഏത് വാക്കുകൾ നാം പറയുകയാണെങ്കിലും അത് നമ്മുടെ ഹൃദയം കേൾക്കണം. നാം സ്വയം കേൾക്കണം, ഹൃദയം കേൾക്കല്ല, സ്വന്തം കേൾക്കണം. അവൻ പറയുന്നത് അവൻ കേൾക്കണം. യുസ്മിഅ നഫ്സഹു, അവന്റെ ശരീരത്തെ അവൻ കേൾപ്പിക്കണം. മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോരാ, അതിന് കൂലി കിട്ടൂല, അത് പരിഗണിക്കപ്പെടുകയില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ പാത്തി ഓതുകയാണ്, മനസ്സുകൊണ്ട് പാത്തി ഓതിയാൽ, അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഓതിയാൽ, ഖുർആൻ നോക്കിയാൽ, ഖുർആൻ മുസാഫ് മറിച്ചിട്ട് ഖുർആൻ അങ്ങനെ നോക്കിയാൽ അതിനൊരു കൂലിയുണ്ട്, അതൊക്കെയാണ്. പക്ഷെ അത് ഓതുന്ന കൂലിയല്ലാതെ ഖുർആൻ നോക്കൽ കൂലിയുള്ളതാണ്. ഖുർആനിലേക്ക് നോക്കൽ, കഅബയിലേക്ക് നോക്കൽ, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കൽ, ഉസ്താദുമാരുടെ മുഖത്തേക്ക് നോക്കൽ, ഇതൊക്കെ കൂലി കിട്ടുന്നതും ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതുമായ അമലുകളാണ്. ആ അമലിലെ ആ ഖുർആൻ നോക്കിയാൽ അത് ഉൾപ്പെടുകയുള്ളൂ. മറിച്ച് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം എന്ന അതിമഹത്തായ ഒരു വലിയ ഇബാദത്തുണ്ട്. മനുഷ്യഹൃദയങ്ങളുടെ കറകളെ നീക്കിക്കളയാൻ അല്ലാഹു തആല നിശ്ചയിച്ച, അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പാരായണം. ആ മഹത്തായ ഖുർആൻ പാരായണം തന്നെ അതിന്റെ മധുരിതരമായ ശൈലിയിലും നിയമങ്ങൾക്ക് അനുസൃതമായും അത് പാരായണം ചെയ്യുമ്പോൾ അതിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ബഹുമാനപ്പെട്ട വാണിയമ്പലം സഖാഫി ഉസ്താദ് വളരെ നല്ല നിലക്ക് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നുണ്ട്. അത് ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ, അതിന്റെ പാരായണം ചെയ്തതിന്റെ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ സ്വയം കേൾക്കണം. അത് ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ പറ്റ ശബ്ദം താഴ്ത്തിയല്ല, അതേ സമയത്ത് ദൂനൽ ജഹരി, വലിയ ഉറക്കിയല്ല, പെരുമ്പറ ശബ്ദത്തിൽ അങ്ങനെ ഒരു വലിയ ഒരു മുദ്രാവാക്യം മുഴക്കുന്നത് പോലെ ദിക്റ് അല്ലാനോ മറ്റോ പാടില്ല. ശബ്ദം ഉയർത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ശബ്ദം ഉയർത്തേണ്ട ഘട്ടങ്ങളിൽ ശബ്ദം ഉയർത്തണം. ഒരു പ്രസംഗകനാണ്, എല്ലാ ആളുകളെയും കേൾപ്പിക്കാൻ വേണ്ടി അയാൾക്ക് ശബ്ദം ഉയർത്തേണ്ടി വരും. അതിനെ സംബന്ധിച്ചല്ല അവിടുത്തെ ചർച്ച. ഒരു ഖുത്ബ നിർവഹിക്കുന്ന ആളാണ്, അയാൾക്ക് ശബ്ദം ഉയർത്തേണ്ടി വരും. 40 ആളെങ്കിലും കേൾപ്പിക്കണമല്ലോ ഖുത്ബ. അതുപോലെ തന്നെ ഇമാം നിൽക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ശബ്ദം നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കണം. അയാളുടെ ശബ്ദം എല്ലായിടത്തും കേൾക്കാനുള്ള ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിലോ ഒരു മുബല്ലിഗിനെ നിശ്ചയിക്കണമെന്നാണ്, എത്തിച്ചു കൊടുക്കുന്ന ഒരാളെ. ഇന്നും നമ്മളെ ഹറമുകളിലൊക്കെ കാണാം, പല സ്ഥലങ്ങളിലും കാണാം അങ്ങനെ മുബല്ലിഗീങ്ങൾ. പക്ഷെ അതൊരു ആചാരമാക്കി കൊണ്ട് നടക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാമിന്റെ ശബ്ദം മൗമൂമികൾ പരിപൂർണമായി കേൾക്കുന്നു എങ്കിൽ പിന്നെ അവളൊരു മുബല്ലിഗ് അനാവശ്യമാണ്, അവൻ ശബ്ദം ഉയർത്താൻ പാടില്ല. അപകടകരമായ അവസ്ഥയാണത്. ആവശ്യമുള്ള സ്ഥലത്ത് മുബല്ലിഗ് വേണം, അത് ഇസ്ലാം തന്നെ നിർദ്ദേശിക്കുന്നതാ. ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ ഹർമുകളിലൊക്കെ നടക്കുന്നത് പോലെ മൈക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ സംവിധാനങ്ങളും സമ്പൂർണമായ ഘട്ടത്തിൽ ഒരു ചടങ്ങ് എന്നോണം ഒരു മുബല്ലിഗ് ഇമാമിന്റെ കൂടെ അങ്ങനെ ഉറക്ക വിളിച്ച് പറയാൻ, അതിന്റെ ആവശ്യമില്ല, അത് അനാവശ്യമാണ്. ചിലപ്പോൾ അയാളുടെ ഉദ്ദേശം മാറിപ്പോയാൽ
നിസ്കാരം വരെ ബാത്തിലായി പോകുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശബ്ദം ഉയർത്തണം, ഉയർത്തേണ്ട സമയത്ത് ഉയർത്തണം. നമുക്കറിയാം, നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളിൽ കാണാം, നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മൗമുമീങ്ങൾ ആമീൻ പറയുമെങ്കിൽ, അല്ലെങ്കിൽ ആ മൗമുമീങ്ങൾക്ക് അയാൾ ആ ദുആ നടത്തുമ്പോൾ ആ ദുആ പഠിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാവശ്യങ്ങൾ. ഒന്ന്, അയാള് ദുആർക്കുമ്പോ മൗമുമീങ്ങൾ അത് പഠിക്കാനിരിക്കുന്നവരാണ് എങ്കിൽ ശബ്ദം ഉയർത്തണം. അല്ലെങ്കിൽ പിന്നെ മൗമുമീങ്ങൾ ആമീൻ പറയാൻ കാത്തിരിക്കുകയാണ്, എന്നാലും ശബ്ദം ഉയർത്തണം. അതല്ലാത്തൊരു ശബ്ദം ഉയർത്താൻ പറ്റില്ല. ആ ശബ്ദം അനാവശ്യമായി ഉയർത്തുന്ന ആളുകളെ, ആ ശബ്ദത്തിനെ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ലുഖ്മാൻ തങ്ങളുടെ വാക്ക് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഉപമിച്ചത് കഴുതയുടെ ശബ്ദത്തിനോടാണ്. എല്ലാ ജീവികളും ശബ്ദിക്കും. ഇമാം സാവി തഫ്സീർ ജലാലയുടെ ശറഹ് അല്ലാമ സാവി തങ്ങൾ അവിടുത്തെ സാവിയിൽ പറയുന്നു, ആശിയത്തു സാവിയിൽ പറയുന്നു, ഫൈന കുല്ല ഹൈവാനി യസീഹു മിൻ സിഖലിൻ ഔ തഅബിൻ ഔ ഗൈരി ദാലിക. എല്ലാ ജീവികളും ശബ്ദിക്കും. അതതിന്റെ എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് ശബ്ദിക്കാറുണ്ട്. അതേ സമയത്ത് കഴുതയുടെ അവസ്ഥ അങ്ങനെയല്ല. കഴുത എന്ത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും മുണ്ടൂല. കഴുതയുടെ പുറത്തൊക്കെ വലിയ ഭാരമുള്ള ഭാണ്ഡങ്ങൾ കെട്ടിവെക്കും. എന്നിട്ട് കഴുതനെങ്ങനെ ഓടിച്ചു കൊണ്ടുപോകും. കഴുത മുണ്ടൂല, ഒരക്ഷരം പറയില്ല. എന്നാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ കഴുത അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യസ്യൂബി ഗൈരി ഇല്ലത്തിന്, ഒരു കാരണവും കൂടാതെ കഴുത കരയും. കഴുതരാഗം അത് തികച്ചും കർണാനന്ദകരമല്ല, കർണകഠോരമാണ്, കേൾക്കാൻ ഇമ്പമില്ലാത്തതാണത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, സിയാഹു കുല്ലി ഷൈഇൻ തസ്ബീഹു ലില്ലാഹി തആല, എല്ലാ ജീവികളുടെ ശബ്ദവും അല്ലാഹു തആലക്കുള്ള തസ്ബീഹാണ്. ഇല്ലൽ ഹിമാർ, കഴുത ഒഴികെയാണ്. കഴുതേണ്ടത് അല്ല. കാരണം കഴുത അത് തസ്ബീഹ് ചൊല്ലലല്ല എന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സമീഅതും സിയാഹദ് ദീഖത്തി ഫസ്അലുല്ലാഹ മിൻ ഫളിഹി. ഒരു കോഴിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ റഹ്മത്ത് ചോദിക്കണം.